നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE, സൗദി അറേബ്യ, മറ്റ് രാജ്യങ്ങളിൽ നിരവധി ഹോട്ടലുകൾ തുറക്കാൻ ഒരുങ്ങുകയാണ് UAE ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് റൊട്ടാന. പുതിയ ഹോട്ടലുകൾ ഇത്തരത്തിൽ തുറക്കപ്പെടുന്നതോടെ 1000 ജീവനക്കാരെ കൂടി നിയമിക്കാനാണ് ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. വലിയ തൊഴിലവസരങ്ങൾ ഇതിലൂടെ സജ്ജമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അബുദാബി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിന് 80 ഹോട്ടലുകൾ നിലവിലുണ്ട്. ഇതിൽ പകുതിയിലധികവും UAE-യിലാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ബാക്കിയുള്ളവ സൗദി അറേബ്യ, തുർക്കി, ജോർദാൻ, ഒമാൻ, ഈജിപ്ത്, കോങ്കോ, ടാൻസാനിയ എന്നിവിടങ്ങളിലാണ്. നിലവിൽ 20-ലേറെ ഹോട്ടലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മാത്രമല്ല, ഈ നിർമ്മാണം പുരോഗമിക്കുന്നതിൽ 11 സൗദി അറേബ്യയിലും 2 UAE-യിലുമാണെന്നാണ് റൊട്ടാന ഗ്രൂപ്പ് CEO ഫിലിപ്പ് ബാൺസ് വ്യക്തമാക്കുന്നത്. ഈ ഹോട്ടലുകളിൽ പകുതിയിലധികവും അടുത്ത 18 മാസം മുതൽ 2 വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ തുറന്ന് പ്രവർത്തിക്കും. അടുത്ത 3 മുതൽ 5 വർഷത്തിനുള്ളിൽ 120 ഹോട്ടലുകൾ തുറക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 10,000 ജീവനക്കാർ തങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് വർഷത്തിനിടെ 1000 ജീവനക്കാരെ കൂടി അധികമായി നിയമിക്കാനാണ് സാധ്യതയെന്നും അധികൃതർ പറയുന്നുണ്ട്. മാത്രമല്ല, ഹോട്ടൽ ഇത്തരത്തിൽ വിപുലീകരിക്കുന്നതോടൊപ്പം ജീവനക്കാരുടെ എണ്ണവും കൂടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് 2025-നോടനുബന്ധിച്ച് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തായാലും ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇതിലൂടെ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. കുവൈറ്റിൽ നിന്ന് വരുന്ന വാർത്തയാണ്. കുവൈറ്റിൽ ഗതാഗത നിയമത്തിൻ്റെ എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങൾ നിയന്ത്രിക്കുന്ന മന്ത്രിതല പ്രമേയം ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയ മന്ത്രിതല തീരുമാനം പുറപ്പെടുവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അമിത വേഗതയ്ക്കുള്ള പിഴ ഉയർത്തിയിരിക്കുകയാണ്. ഗതാഗത നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട ഡിക്രി നിയമ നമ്പർ 67/1976 വശങ്ങൾ പരിഷ്കരിക്കുന്ന ഡിക്രി നിയമ നമ്പർ 5/2025 ആർട്ടിക്കിൾ 41 ക്ലോസ് 7 അനുസൃതമായി ഭേദഗതി ചെയ്ത വ്യവസ്ഥകൾ പ്രകാരം വേഗതാ പരിധി എത്രത്തോളം കൂടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പുതിയ വേഗത ലംഘനങ്ങൾക്കുള്ള പിഴ തുക. പുതുക്കിയ പിഴ ഇപ്രകാരമാണ്: പരമാവധി വേഗത പരിധിയിൽ നിന്ന് 20 കിലോമീറ്റർ വരെ കൂടിയാൽ 70 ദിനാർ പിഴ ഈടാക്കും. പരമാവധി വേഗത പരിധിയിൽ നിന്ന് 20 മുതൽ 30 കിലോമീറ്റർ വരെ കൂടിയാൽ 80 ദിനാർ പിഴ ഈടാക്കും. പരമാവധി വേഗത പരിധിയിൽ നിന്ന് 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ കൂടിയാൽ 90 ദിനാർ പിഴ ഈടാക്കും. പരമാവധി വേഗത പരിധിയിൽ നിന്ന് 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ കൂടിയാൽ 100 ദിനാർ പിഴ ഈടാക്കും. പരമാവധി വേഗത പരിധിയിൽ നിന്ന് 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കൂടിയാൽ 120 ദിനാർ പിഴ ഈടാക്കും. പരമാവധി വേഗത പരിധിയിൽ നിന്ന് 60 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ കൂടിയാൽ 130 ദിനാർ പിഴ ഈടാക്കും. പരമാവധി വേഗത പരിധിയിൽ നിന്ന് 70 കിലോമീറ്ററിൽ കൂടുതൽ കവിഞ്ഞാൽ 150 ദിനാർ പിഴ ഈടാക്കും. എന്തായാലും പ്രവാസികൾ ഈ കാര്യങ്ങൾ കൂടി മനസ്സിൽ വച്ചിരിക്കും.